OIT സ്നേഹിച്ച് പഠിക്കുക എന്നുള്ള ആശയത്തോടു കൂടിയാണ് നമ്മൾ ഈ പ്ലാറ്റ്ഫോം നടത്തുന്നത്. നമുക്ക് സ്നേഹിക്കുക OIT സ്നേഹിച്ച് കീഴ്പ്പെടുത്താം. ഇത് നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ. അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് തരിക, മറ്റുള്ളവരിലേക്ക് ഒന്ന് പങ്കുവെക്കുക. ഏറ്റവും സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ പ്ലാറ്റ്ഫോം മെയിനായിട്ട് വർക്ക് ചെയ്യുന്നത്. സാമ്പത്തികമായ ഞെരുക്കം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുന്ന ആൾക്കാരിലേക്ക് മാക്സിമം എത്തിച്ചേരാൻ വേണ്ടിയിട്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. OIT സ്കിൽസ് റീഡിംഗ് പാർട്ട് C സ്കിൽസ് നമ്മൾ കാണാൻ പോകുന്ന പാസേജ് ആണ്. ഇതൊരു ലിസണിങ് പ്രാക്ടീസ് കൂടിയാണെന്ന് ഞാൻ പറഞ്ഞു. സിസ്റ്റം വായിക്കുമ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ കാണുന്ന സ്ക്രിപ്റ്റ് അതിനോടൊപ്പം വായിച്ചു പോവുക. എന്തെങ്കിലുമൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ട് വായിക്കുകയും കേൾക്കുകയും ചെയ്യാം. അച്ഛന്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോ എളുപ്പമാണ്. എന്തോ അച്ഛന്റെ കൂടെ ഇരുന്ന് പഠിക്കുമ്പോ എളുപ്പമാണ്. അല്ല, എല്ലാം എളുപ്പം. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നില്ല, അത് ഞാൻ ഉറപ്പ് തരാം. നിങ്ങൾ ആ ഡിസ്കഷൻ ഗ്രൂപ്പിലൊക്കെ ചേർന്നിട്ട് ഇങ്ങനെ ചെയ്ത് ചില ഉദാഹരണങ്ങൾ ഞാൻ പറയാം. സ്നേഹമോഹൻ എന്നൊക്കെ പറയുന്ന ആ കുട്ടിയൊക്കെ ഉണ്ട്. അവരൊക്കെ ഇപ്പൊ റെക്കോർഡിങ് ചെയ്തിരുന്നത് അവരൊക്കെ ബിഗിനേഴ്സ് ആണ്. പക്ഷെ എന്ത് ഭംഗിയായിട്ട് നമ്മൾ പറയുന്നത് അതുപോലെ പുള്ളിക്കാരത്തെ ഒരു ഡിസ്കഷൻ അവിടെ ചെയ്തതിന്റെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എന്ത് ക്ലീൻ ആയിട്ട് അതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ ഇതുപോലെ ചെയ്യണമെങ്കിൽ ഒരു പാസേജ് വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു ദിവസമെങ്കിലും ഇരിക്കണം. ഒരു ദിവസമെങ്കിലും ഇരിക്കേണ്ടി വരും ആരംഭ ദിവസങ്ങളിൽ. നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ്, ഈ ഞാൻ പറഞ്ഞല്ലോ കോൺസെപ്റ്റ് ബേസ്ഡ് ഹെഡ്ജിങ് വേർഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡിഫറൻഷിയേറ്റിംഗ് ഹെഡ്ജിങ് വേർഡ്സും ഉണ്ട്. ഇത് കോൺസെപ്റ്റ് ആണ്. ഇഫക്റ്റ്, കോസ്റ്റ്, ഇമ്പാക്ട്, ഇൻഫെക്ഷൻ, ഈ 4 കാര്യങ്ങളാണ് ഉള്ളത്. സർജറിയോട് ബന്ധപ്പെട്ട് സാധാരണഗതിയിൽ നമ്മൾ സംസാരിക്കുമ്പോൾ വരുന്ന എന്താണ് കോംപ്ലിക്കേഷൻ? എന്താണ്? ഇൻഫെക്ഷൻ. അതായത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു സർജറിയെ കുറിച്ചല്ല പറയുന്നത്, അല്ലേ? കോമൺ ആയിട്ടുള്ള സർജറിയെ കുറിച്ചാണ് പറയുന്നത്. സ്പെസിഫിക് ആയിട്ട് വരുവാണെങ്കിൽ ഹാർട്ട്, ലംഗോ അങ്ങനെ ഓരോന്നോരോന്നും പറയാം. പക്ഷെ കോമൺ ആയിട്ട് പറയുമ്പോൾ സർജറി കഴിയുമ്പോൾ സാധ്യത എന്താണ്? ഇൻഫെക്ഷൻ ആണല്ലേ? അപ്പൊ നിങ്ങളെ ഇത് ഫസ്റ്റ് മെത്തഡിൽ ഞാൻ പറഞ്ഞു ഫോർസീയിങ്. നിങ്ങളുടെ അറിവ് വെച്ച് നിങ്ങളൊന്ന് ഫോർസീ ചെയ്യണം, അതിനെ ഒന്ന് വിഷ്വലൈസ് ചെയ്യണം. അതുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾക്ക് ആ ലിസണിങ് ചാലഞ്ചിൽ റീഡിംഗ് കൂടെ ആക്കി സ്ക്രിപ്റ്റും കൂടെ ഇട്ട് വിഷ്വലൈസേഷൻ കൂടെ കാണിച്ചു തന്നിരിക്കുന്നത്. നിങ്ങൾ അത് കണ്ടായിരുന്നോ? കണ്ടു സാർ. അപ്പൊ അങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പഠിക്കണം നിങ്ങൾ. അപ്പൊ പെട്ടെന്ന് നമുക്ക് പിടികിട്ടും, പെട്ടെന്ന് കോമ്പറ്റൻസി കൂടുകയും ചെയ്യും. വെറുതെ വായിക്കുന്നതിനേക്കാളും ആ ഒരു സിറ്റുവേഷൻ നിങ്ങളാണ് അവിടെ നേഴ്സ് ആയിട്ടുള്ളതെങ്കിൽ നിങ്ങൾ നഴ്സ് എന്ന നിലയിൽ എന്ത് ചെയ്യും, അങ്ങനെ വിഷ്വലൈസ് ചെയ്യണം. നിങ്ങളുടെ മുമ്പിലേക്ക് ആ കേസ് വരുന്നത്. ഓക്കെ, ഇതിനകത്ത് സംശയമൊന്നുമില്ലല്ലോ? ഇല്ല. അപ്പൊ അടുത്തതിലേക്ക് പോവാം. അപ്പൊ നിങ്ങൾ കേൾക്കുകയും കാണുകയും കൂടെ ചെയ്തു കേട്ടോ. അല്ല, കേൾക്കുകയും വായിക്കുകയും കൂടെ ചെയ്തു. ലിസണിങ് പ്രാക്ടീസ് കൂടിയാണ്, മൾട്ടി ടാസ്കിങ് ആണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പുസ്തകം ഉണ്ടെങ്കിൽ അത്യാവശ്യം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് എന്ന് തോന്നുന്ന ഹെഡ്ജിങ് വേർഡ് ഒക്കെ അറിയാമെങ്കിൽ ഒന്ന് എഴുതി വെച്ചോ. ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് സിസ്റ്റം വായിക്കുകയാണ്, നിങ്ങളും അതിന്റെ കൂടെ വായിച്ചു പോണേ. 1. According to the writer, what causes occasional outbreaks of preventable diseases are: A. High prevalence of disease. B. Limited access to vaccination. C. A. Low prevalence of vaccination. Attitudes towards vaccination. A recent outbreak of chickenpox is a reminder that even in countries where immunization rates are high, children and adults are still at risk of vaccine-preventable diseases. Outbreaks occur from time to time for 2 main reasons. The first is that vaccines don't always provide complete protection against disease, and, over time, vaccine protection tends to diminish. The second is that not everyone in the population is vaccinated. This can be for medical reasons, by choice, or because of difficulty accessing medical services. When enough unprotected people come together, ഇൻഫെക്ഷൻ കഴിഞ്ഞൊരു ഫുൾ സ്റ്റോപ്പ് വേണം അല്ലേ? അപ്പം ഇവിടെ എന്താണ് ഈ അക്കോർഡിംഗ് ടു ദ റൈറ്റർ വാട്ട് കോസസ് ഒക്കേഷണൽ ഔട്ട്ബ്രേക്സ് ഓഫ് പ്രിവെന്റബിൾ ഡിസീസസ്? അവിടെ എന്താണ് ഹെഡ്ജിങ് വേർഡ്സ്? മെയിൻ കാര്യം കോസസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? കോസസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന്റെ കോസസ് ഓഫ് ഒക്കേഷണൽ ഒരു സീക്വൻസ് എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്, സീക്വൻഷ്യൽ എക്സ്പ്രഷൻ. അങ്ങനെയുള്ളതും പ്രധാനപ്പെട്ടതാണെന്ന് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ ആദ്യത്തേൽ എന്താണ്? ഹൈ പ്രിവലൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒക്കേഷണൽ ഔട്ട്ബ്രേക്സ് എന്ന് പറയുന്നതുമായിട്ട് എന്താണ് ബന്ധം? ഓപ്പോസിറ്റ് പോലെ വരും, അല്ലെങ്കിൽ സ്കെയിൽ എന്ന് പറയാം. ഹൈയും പിന്നെ ഒക്കേഷണൽ, സംടൈംസ്. ഹൈ എന്ന് പറഞ്ഞാൽ ഓൾവേസ് എന്നുള്ള പോലെയാണ്. ഒക്കേഷണൽ എന്ന് പറയുമ്പോൾ വല്ലപ്പോഴും എന്നാണ്. അപ്പൊ അത് ശരിയാകാൻ വഴിയുണ്ടോ? ഓപ്പോസിറ്റ് ആണ് അല്ലേ? ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ആണ് എന്ന് പറഞ്ഞാൽ ഇത് വല്ലപ്പോഴും ഔട്ട്ബ്രേക്ക് ഉണ്ടാകുന്ന പറഞ്ഞാൽ ഇത് ഹൈ പ്രിവലൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഔട്ട്ബ്രേക്സ് ഓഫ് പ്രിവെന്റബിൾ ഡിസീസ് ഉണ്ടാകുന്ന പറയുന്നത്. മനസ്സിലായോ? അപ്പൊ അതിനകത്ത് തന്നെ അത് ഡിലീറ്റ് ആയി. അടുത്തതോ ലിമിറ്റഡ് ആക്സസ് ആണ് അല്ലെ? ആക്സസ് ടു വാക്സിനേഷൻ.
അടുത്തത് ലോ പ്രിവലൻസ്. അത് കഴിഞ്ഞ് അടുത്തത് ആറ്റിറ്റ്യൂഡ്സ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ ഇനിയിപ്പോ ഞാൻ അതെല്ലാം പഴയത് ആദ്യം കാണിച്ചതുപോലെ ഡീറ്റെയിൽ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. ഇത് നിങ്ങൾ ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഞാൻ അത്യാവശ്യം പറഞ്ഞു പോകുന്നേ ഉള്ളൂ. ബാക്കി ടോപ്പിക് സെന്റൻസും കാര്യങ്ങളെല്ലാം ഇങ്ങനെ വെട്ടിമുറിച്ച് കീറി നല്ല കറി വെക്കാൻ പർവ്വത്തിലാക്കി എടുക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ബാക്കിയുള്ള പാരാഗ്രാഫ്സ് ഒക്കെ ഇവിടെ എന്താണ് ടോപ്പിക് സെന്റൻസ്? അതായത് ചിൽഡ്രൻ ആൻഡ് അഡൾട്ട്സ് ആർ സ്റ്റിൽ അറ്റ് ഹൈ റിസ്ക് ഓഫ് വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ് അല്ലെ? സ്റ്റിൽ അറ്റ് റിസ്ക് ഓഫ് വാക്സിൻ പ്രിവെന്റബിൾ ഡിസീസസ്. ഇനി എന്താണ് റീസൺസ് എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടോ? റീസൺസിന്റെ കോസസിന്റെ സിനോണിം എവിടെയെങ്കിലും ഉണ്ടോ? ടു റീസൺസ് എന്നുണ്ട് അല്ലെ? ടു മെയിൻ റീസൺസ്. അപ്പം അതാണ് മുമ്പേ ഞാൻ സ്ട്രക്ചർ കാണിച്ചു തന്നില്ലേ? അവിടെ എന്തായിരുന്നു? റീസണോ എന്തായിരുന്നു? റീസൺ ആയിരുന്നു. റീസൺ 1, റീസൺ 2, റീസൺ 3, റീസൺ 4 അതിലൊന്നാണ് ആൻസർ. ഇവിടെ 2 റീസൺസേ പറഞ്ഞിട്ടുള്ളൂ, 2 കോസസ്. അതിലൊന്നായിരിക്കും ആൻസർ. അപ്പൊ ടോപ്പിക് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ മാത്രമേ ടോപ്പിക് സെന്റൻസ് അത്യാവശ്യം വരുന്നുള്ളൂ. ബാക്കി എല്ലാത്തിലും ഇവിടെ കോസസ് ചോദിച്ചെങ്കിൽ അതിന്റെ സിനോണിം ആണ് റീസൺസ് എന്നുള്ളത് അല്ലെ? അതിന്റെ സിനോണിമസ് എക്സ്പ്രഷൻ ആണ് റീസൺസ് എന്നുള്ളത്. അപ്പൊ എന്ത് സംഭവിച്ചു? ദ ഫസ്റ്റ്. അത് കഴിഞ്ഞ് വീണ്ടും സീക്വൻഷ്യൽ എക്സ്പ്രഷൻ നോക്കി കഴിയുമ്പോൾ നമുക്ക് എവിടെയാണെന്ന് പെട്ടെന്ന് മനസ്സിലാകും. ദ ഫസ്റ്റ്, അത് കഴിഞ്ഞ് ദ സെക്കൻഡ്. ഈ രണ്ടിലൊന്നായിരിക്കണം ആൻസർ. ഈ 2 റീസൺ ഇവിടെ കൊടുത്താൽ രണ്ടിലൊന്നാണ് ആൻസർ, അല്ലാതെ വേറൊന്നും വരില്ല. അപ്പം രണ്ടിലൊന്നിൽ ഏതെങ്കിലും സിനോണിമസ് ആയിട്ടുണ്ടോ എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. Not everyone in the population is vaccinated. നോട്ട് എവറി വൺ ഇൻ ദ പോപ്പുലേഷൻ ഈസ് വാക്സിനേറ്റഡ്. സിനോണിമസ് ആയിട്ടുള്ളത് എന്താണ്? വാക്സിനേഷൻ. കണ്ടോ, അത് സെയിം ആണ്. നോട്ട് എവറി വൺ ഇൻ ദ പോപ്പുലേഷൻ ഈസ് വാക്സിനേറ്റഡ്. എല്ലാവരും വാക്സിനേറ്റഡ് അല്ല. ലോ പ്രിവലൻസ് ഓഫ് വാക്സിനേഷൻ. അപ്പം ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തെ റീസൺ ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ റീസൺസ് ഞാൻ പറഞ്ഞത് 1, 2, 3, 4 അതിലൊന്നാണ് ആൻസർ. ഇവിടെ 2 റീസണേ കൊടുത്തിട്ടുള്ളൂ, രണ്ടിലൊന്നാണ് ആൻസർ. ഓക്കെ ആണോ? ലിമിറ്റഡ് ആക്സസ് ടു വാക്സിനേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇവിടെ ടോപ്പിക് സെന്റൻസിൽ തന്നെ പറഞ്ഞിരിക്കുന്നത് വേർ ഇമ്മ്യൂണൈസേഷൻ റേറ്റ്സ് ആർ ഹൈ. ലിമിറ്റഡ് അല്ല, ഹൈ ആണെന്ന ടോപ്പിക് സെന്റൻസ് പറയുന്നത് അല്ലെ? അപ്പൊ അത് ഓപ്പോസിറ്റ് ആണ്. ഏതാ? രണ്ടാമത്തെ ഓപ്ഷൻ ബി. ആറ്റിറ്റ്യൂഡ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. പറയുന്നുണ്ടോ? നോട്ട് ഗിവൻ അത്. അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇമോഷൻസിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ക്ലിയർ ആണത്? സ്ട്രക്ചർ വീണ്ടും ഞാൻ ഓർപ്പിക്കുകയാണ്. ഇത് കണ്ടോ, ഞാൻ സ്ട്രക്ചർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നോക്കിക്കേ, സ്ട്രക്ചർ ഒരു പോയിന്റ് പറയും, അല്ലെങ്കിൽ ഒരു പ്രോബ്ലം ആവും, അല്ലെങ്കിൽ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അതിന്റെ പ്രോബ്ലം പറയും. റീസൺസ് ഡിസ്കസ് ചെയ്യും 1, 2, 3, 4 എന്നും പറഞ്ഞല്ലേ? അതാണ് ഒരു സ്ട്രക്ചർ. അത് അങ്ങനെ ഒരു സ്ട്രക്ചർ എല്ലാത്തിനും ഉണ്ട്, എല്ലാ പാരാഗ്രാഫിനും. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലപോലെ പഠിക്കണം. അടുത്ത സ്ട്രക്ചർ നോക്കിക്കേ, പോയിന്റ് പറഞ്ഞു, പ്രോബ്ലം പറഞ്ഞു, സൊല്യൂഷൻസ് ഡിസ്കസ്ഡ്. സൊല്യൂഷൻ 1, സൊല്യൂഷൻ 2, സൊല്യൂഷൻ 3. എവിടെയായിരിക്കും സാധാരണ ഇതിൽ ആൻസർ? ഈ ഒരു സൊല്യൂഷൻ ആയിരിക്കും ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തത് ബെനിഫിറ്റ്സ് പറയാന്ന് വെച്ചോ. പ്രൈസിന്റെ ബെനിഫിറ്റ്സ്, ബെനിഫിറ്റ് 1, അല്ലെങ്കിൽ ഒരു കണ്ടീഷന്റെ, ഒരു തെറാപ്പിയുടെ, ഒരു വാക്സിന്റെയോ ബെനിഫിറ്റ്സ് പറയാ. ബെനിഫിറ്റ് 1, ബെനിഫിറ്റ് 2, ബെനിഫിറ്റ് 3, ബെനിഫിറ്റ് 4 എത്രയുണ്ടാകാം? അതിലൊന്നായിരിക്കും ആൻസർ. അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടുപിടിക്കണം. അഡ്വാൻറ്റേജസിനെ കുറിച്ച് പറയുന്നത് വെച്ചോ, അതിന്റെ അഡ്വാൻറ്റേജ് 1, അഡ്വാൻറ്റേജ് 2, അഡ്വാൻറ്റേജ് 3, അഡ്വാൻറ്റേജ് 4, 1, 2, 3, 4 ഒക്കെ ഉണ്ടാകാം. അതിൽ ഒന്നായിരിക്കും ആൻസർ. അപ്പൊ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് നമുക്ക് ആൻസർ